മഴ തോരും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കമലമ്മ ആകെ ടെൻഷനിലായിരിക്കും. എങ്ങനെയെങ്കിലും ഹരിയെ പുറത്തിറക്കണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമേ കമലമ്മയ്ക്ക് ഇപ്പോഴുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ ശിവേട്ടനോട് പറയുന്നുണ്ട്, മനുവിനോടൊന്ന് കാര്യമായിട്ട് സംസാരിക്കുക ശിവേട്ട, അവൻ പറഞ്ഞാലേ അവർ കേൾക്കൂ എന്ന്. അവസാനം ഗതി കെട്ടിക്കൊടുത്തിന് ശിവേട്ടൻ അത് സമ്മതിച്ചു. അല്ലെങ്കിൽ കമലമ്മ യാതൊരുവിധ സൗകര്യം ശിവേട്ടന് കൊടുക്കില്ല. എങ്ങനെയെങ്കിലും ഹരിയെ പുറത്തിറക്കണമെന്ന് മാത്രമായിരിക്കട്ടെ കമലയുടെ മനസ്സിൽ. പിന്നീട് കാണിക്കുന്നത് ബബിതയായിരിക്കും. ബബിത അങ്ങനെ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തായിരിക്കും അലീന അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. മോളെ, ചായ വല്ലതും വേണോ കുടിക്കാനെന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് അവൾ പറഞ്ഞു. എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അച്ഛൻ പറഞ്ഞ കാര്യം നീ ഒന്ന് ആലോചിക്കണം. ഒരു വർഷം വെറുതെ കളയാമെന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. നിന്റെ ഭാവിയെ ബാധിക്കില്ലേ അത്? ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് കോളേജ് വരെ എത്തിയതല്ലേ? എന്നിട്ട് ഈ പരീക്ഷ എഴുതാതിരിക്കുന്നത് കഷ്ടമാണ്. നിന്നെക്കുറിച്ച് അച്ഛനും അമ്മക്കൊക്കെ എത്രയോ അധികം സ്വപ്നങ്ങളുണ്ട് മോളെ. മാത്രമല്ല ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ടൊരു ജോലിയില്ലെങ്കിൽ ജീവിക്കാൻ വലിയ പാടാണ്. ഇപ്പോൾ നിനക്ക് ഇതൊന്നും തോന്നില്ല, പക്ഷേ പിന്നീട് അത് ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത ആഴ്ച പരീക്ഷയല്ലേ, അതുകൊണ്ട് മോൾ കോളേജിലേക്ക് പോകണം. അന്നേരം ബബിത പറയുന്നുണ്ട്, ചേച്ചി എനിക്കതിന് പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന്. എല്ലാവരും ഇങ്ങനെ ഫേസ് ചെയ്യും ഞാൻ. റേപ്പ് കേസിൽ പെട്ട രോഹിത്തിൻ്റെ അനിയത്തിയല്ലേ ഞാൻ എന്ന് എല്ലാവരും എന്നോട് ചോദിക്കില്ലേ? അവരോടൊക്കെ ഞാൻ എന്ത് മറുപടി പറയും? അലീന ചോദിച്ചു. ആരാ പറഞ്ഞത് രോഹിത് കുറ്റക്കാരനാണെന്ന്? രോഹിത്തിൻ്റെ ഫോട്ടോ പത്രത്തിൽ വന്നത് അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞതല്ലേ? സോഷ്യൽ മീഡിയയിലൊക്കെ അത് വന്നതാണല്ലോ. നീ എന്തിനാ മോളെ ഇങ്ങനെ പേടിക്കുന്നത്? ഇനി ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ പോലും നീ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടക്കണം. ആർക്കും നിന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കാൻ ധൈര്യമുണ്ടാവില്ല. ഇനി ആരെങ്കിലും ചോദിച്ചാൽ തന്നെ ആ പത്രവാർത്ത വെട്ടി കയ്യിൽ അങ്ങ് വെച്ചേക്ക്. എന്നിട്ട് പറഞ്ഞാൽ മതി എൻ്റെ ഏട്ടൻ നിരപരാധിയാണെന്ന്, ചതിയിൽ പെട്ടതാണ് എന്നൊക്കെ. ബബിത അപ്പോഴും ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. കൂട്ടുകാരെ കാണാനുള്ള മടി തന്നെയായിരിക്കും കാരണം. അലീന വീണ്ടും അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അച്ഛനും അമ്മക്കും വേണ്ടിയല്ലെങ്കിൽ പോലും നിനക്ക് വേണ്ടി നീ ഇത് ചെയ്യണം. നിന്റെ കൂടെ പഠിക്കുന്നവരൊക്കെ പരീക്ഷ എഴുതി പാസ്സാവുമ്പോൾ നീ മാത്രം ഒരു വർഷം പിന്നാലെയാവുന്നത് അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല. അലീന ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ബബിതയെ ബ്രെയിൻ വാഷ് ചെയ്യാണ്. അലീന പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് ബബിതക്കും മനസ്സിലായി തുടങ്ങുന്നുണ്ട്. ഒടുവിൽ അലീന പറഞ്ഞു, ഇനി നിന്റെ ഇഷ്ടം. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. തീരുമാനിക്കേണ്ടത് നീയാണ്. അലീന ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ബബിത വിളിച്ചു പറഞ്ഞു, ഞാൻ നാളെ മുതൽ കോളേജിലേക്ക് പോയിക്കോളാമെന്ന്. അലീനക്ക് അത് കേട്ടപ്പോൾ വലിയ അത്ഭുതമായി. നാളെ വരെ എന്തിനാ കാത്തു നിൽക്കുന്നത്? നമുക്ക് ഇന്ന് തന്നെ പോയാലോ എന്ന് ചോദിച്ചപ്പോൾ അലീന കൂടെ വരാമോ എന്ന് ബബിത ചോദിച്ചു. കൂടെ വരുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് അലീന പറഞ്ഞപ്പോൾ, ഇല്ല ചേച്ചി, ചേച്ചി കൂടെ വന്നോ എന്ന് അവൾ പറഞ്ഞു. അലീന കൂടെയുള്ളത് ബബിതയ്ക്ക് ശരിക്കും വലിയൊരു ധൈര്യം തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് അലീന നേരെ ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് ഓടിച്ചെന്നു. അച്ഛാ, ബബിത കോളേജിൽ പോകാമെന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കും അത് വിശ്വസിക്കാനായില്ല. നീ എന്ത് മാജിക്കാ മോളെ അവളോട് പ്രയോഗിച്ചത് എന്നാണ് ബാലചന്ദ്രൻ ചോദിക്കുന്നത്. രോഹിത്തിനെയും ബബിതയൊക്കെ നീ എങ്ങനെയാണ് ഇങ്ങനെ വശത്താക്കിയത്? അലീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അച്ഛനെ വശത്താക്കാൻ വല്ല മാജിക്കും പ്രയോഗിച്ചു അച്ഛാ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇതും. അവൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവൾക്കത് മനസ്സിലായി. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അവൾ തിരിച്ചു പോരുമോ എന്ന പേടി അച്ഛനുണ്ട്. പക്ഷേ അലീന പറഞ്ഞു, മുഖത്ത് നോക്കി ചോദിക്കാൻ ആരും വരില്ല. വന്നാൽ തന്നെ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ബാലചന്ദ്രൻ പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. ഇപ്പോൾ ഇവിടെ അലീനയുടെ ഭരണമാണല്ലോ നടക്കുന്നത്. ഇത് കേട്ട് അലീന അങ്ങ് ചിരിച്ചു. അവൾ നേരെ അടുക്കളയിലേക്ക് പോയി പടികളിൽ ഇങ്ങനെ മുഴുകി. അവിടെ കൃഷ്ണമോളുണ്ടായിരുന്നു. അവളോടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കൃഷ്ണമോൾക്കും അത് വലിയ അത്ഭുതമായി. അതിലേറെ സന്തോഷമായി. എൻ്റെ അലീന ചേച്ചി, ഇത് ചേച്ചിയെ കൊണ്ട് മാത്രമേ പറ്റൂ. അവൾ എങ്ങനെയാണ് സമ്മതിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അലീന പറഞ്ഞു, അവൾക്ക് കാര്യം മനസ്സിലായി. പാവമാണ് അവള്. ഇത് കേട്ടപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, കാര്യം മനസ്സിലാക്കാത്തത് അമ്മ മാത്രമാണ്. അമ്മക്കിത് മനസ്സിലായിരുന്നുവെങ്കിൽ ചേച്ചിക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു എന്ന്. ആരെങ്കിലും ഒരു സെർവൻറ്റിനെ വെച്ചാൽ ചേച്ചിക്ക് പഠിക്കാനോ ജോലിക്കൊക്കെ പോകാമായിരുന്നു. അന്നേരം അലീന പറയുന്നത്, കൃഷ്ണമോളെ നീ പതുക്കെ പറയേ, മേഡം കേട്ടാൽ പിന്നെ അത് പ്രശ്നമാവുമെന്ന് പറയും. മേഡം എന്ന് വിളിച്ച് മടുത്തില്ലേ ചേച്ചി? അമ്മ എന്ന് വിളിച്ചൂടെ എന്ന് കൃഷ്ണമോള് ചോദിച്ചപ്പോൾ, ഒരിക്കലുമില്ല, എന്നെ മോളായി അംഗീകരിക്കുന്ന ദിവസം മാത്രമേ ഞാൻ ഈ നാവ് കൊണ്ട് അമ്മ എന്ന് വിളിക്കൂ എന്ന് അലീന ഉറപ്പിച്ചു പറഞ്ഞു. പിന്നീട് കൃഷ്ണമോള് ബബിതയുടെ അടുത്തേക്ക് ചെന്ന് അവളിങ്ങനെ കളിയാക്കുന്നുണ്ട്. അലീന ചേച്ചി മനസ്സ് മാറ്റിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ബബിതയ്ക്ക് ചെറിയൊരു ചമ്മൽ. എങ്കിലും കൃഷ്ണമോൾ അവളെ പ്രോത്സാഹിപ്പിച്ചു. പഴയതൊക്കെ മറന്ന് ധൈര്യമായിട്ട് പൊയ്ക്കോ ചേച്ചി. പഴയതൊക്കെ മറന്ന് ധൈര്യമായിട്ട് എന്നെ പൊയ്ക്കോ ചേച്ചി. രോഹിതേട്ടൻ നിരപരാധിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ മുടിയൻ്റെ കൂടെ നടക്കാതെ സൂക്ഷിക്കണമെന്ന് കൃഷ്ണമോള് പറഞ്ഞപ്പോൾ ബബിതയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു. എടി, നീ എൻ്റെ അനിയത്തിയാണ്, ചേച്ചിയാവാനൊന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ നിന്നും ഓടിച്ചു വിട്ടു. എങ്കിലും അലീനെ അവൾ ഉള്ളാലെ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്.
പിന്നീട് കാണിക്കുന്നത് ശിവേട്ടൻ മനുവിനോട് ഹരിയുടെ കാര്യം സംസാരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവനെ നമുക്ക് പുറത്തിറക്കട്ടെ എന്ന് ശിവേട്ടൻ ചോദിച്ചപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ അച്ഛാ എന്ന്. നമ്മൾ അങ്ങേയറ്റം ശ്രമിച്ചതല്ലേ. ഈ സമയം കമലമ്മ അങ്ങോട്ടേക്ക് വന്നു. അവൾ മനുവിനോട് പറഞ്ഞു, ആ അലീനയുടെ പുറകെ നടന്ന് കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നത് പോലെ ഇത് അവളോടൊന്ന് പറഞ്ഞു നോക്ക്. ഹരി നിരപരാധിയാണെന്ന് അവളൊന്ന് പറഞ്ഞാൽ മതി. മനുവിനത് കേട്ടപ്പോഴങ്ങ് ദേഷ്യം വന്നു. അമ്മയോട് എത്ര പറഞ്ഞാലാണ് മനസ്സിലാവുന്നത്? ഹരി ചെയ്ത തെറ്റിലുള്ള ശിക്ഷയാണ് അവനിപ്പോൾ അനുഭവിക്കുന്നത്. രോഹിത് നിരപരാധി ആയതുകൊണ്ടാണ് പുറത്തിറങ്ങിയത്, അല്ലാതെ അലീന വിചാരിച്ചിട്ടല്ല. നിന്റെ അനിയൻ ജയിലിൽ കിടക്കുന്നത് നിനക്ക് നാണക്കേടല്ലേ എന്ന് കമലമ്മ ചോദിച്ചപ്പോൾ അമ്മക്കാണ് നാണമുണ്ടാകേണ്ടത് എന്ന് മനു തിരിച്ചടിച്ചു. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തവനെ പുറത്തിറക്കാൻ പറയാൻ അമ്മക്ക് നാണമില്ലേ? അമ്മക്കിതെങ്ങനെ പറയാൻ തോന്നുന്നു? നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾക്കാണ് ഇത് സംഭവിച്ചത് എങ്കിൽ അമ്മ ഇങ്ങനെയൊക്കെ പറയോ? എനിക്ക് ഈ പാപത്തിൽ പങ്കുചേരാനേ വയ്യ. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് മനു ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവൻ നെടുമ്പരക്കിലേക്കാണ് പോയത്. അലീനെ കാണണം. അവളെ അവിടെ കൊണ്ടുപോയാക്കിയത് ഞാനല്ലേ. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വവും എനിക്കുണ്ട്. വൈജയന്തിയെ കാണാൻ കൂടെ വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ കമലമ്മ പറയുന്നുണ്ട്, ആ ബാലചന്ദ്രൻ എന്നെ അടിച്ചിറക്കി വിട്ടതാണ്. ഇനി ഞാൻ ഏതായാലും ആ വീട്ടിലേക്ക് കാല് കുത്തത്തില്ല എന്ന് പറയും. സ്നേഹമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് മനുവിനെ ശപിച്ചുകൊണ്ട് കമലമ്മ അകത്തേക്ക് പോയി. മനു നേരെ അവിടെ നിന്നും അലീനയുടെ വീട്ടിലേക്കെത്തി. അവൾ തന്നെയാണ് വാതിൽ തുറന്നു കൊടുത്തത്. മനുവിനെ കണ്ടപ്പോൾ അലീനയ്ക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ അവർ തമ്മിൽ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. ബബിത കോളേജിൽ പോകുന്ന വിവരമറിഞ്ഞ കൂടെ തന്നെ മനു അവൾക്ക് വേണ്ടി കുറച്ചധികം ഉപദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. തുടർന്ന് അലീനയും ബബിതയും കോളേജിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്തു. മുറ്റത്ത് കാത്തു നിൽക്കുന്ന മനുവിനോട് അലീന പറഞ്ഞു, മനു, ബബിത വരുന്നുണ്ട്, നമുക്കൊരുമിച്ച് കോളേജ് വരെ പോവാം. ബബിതയുടെ മുഖത്ത് അപ്പോഴും ഒരു തരം സങ്കോചം നിഴലിച്ചിരുന്നു. മനു അവളെ അരികിലേക്ക് വിളിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എടാ, നീ എന്തിനെങ്ങനെ പേടിക്കുന്നത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടക്കണം. നിന്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട് എന്ന് ഓർക്കണം. ആ വാക്കുകൾ ബബിതയ്ക്ക് വലിയൊരു ആശ്വാസമായി. കോളേജ് ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ബബിതയുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ദൂരെ നിന്ന് ചില കുട്ടികൾ അവളെ നോക്കി അടക്കം പറയുന്നത് കണ്ടപ്പോൾ അവൾ അവിടെ നിന്നുപോയി. അലീന അവളുടെ കൈ ചേർത്ത് പിടിച്ചു. മോളെ, ഒന്നിനും മറുപടി പറയണ്ട. നിന്റെ ലക്ഷ്യം പഠനം മാത്രമാണ്. അത് മാത്രം നീ ഓർക്കുക. അലീന ശാന്തമായി പറഞ്ഞു. ക്ലാസ് മുറിയിലേക്ക് നടക്കുമ്പോൾ പ്രിൻസിപ്പൽ അലീനെ അങ്ങോട്ടേക്ക് വിളിച്ചു രോഹിത്തിൻ്റെ കേസിനെക്കുറിച്ചും ബബിതയുടെ ഭാവിയെക്കുറിച്ചൊക്കെ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചുവെങ്കിലും അലീനയുടെ ഉറച്ച സംസാരത്തിന് മുന്നിൽ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. അതേസമയം വീട്ടിൽ കമല അസ്വസ്ഥമായിരുന്നു. ശിവേട്ടനോടവൾ തൻ്റെ ദേഷ്യം മുഴുവൻ തീർത്തു. നോക്ക് ശിവേട്ട, ആ അലീന നമ്മുടെ മനുവിനെ കയ്യിലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഹരിയുടെ കാര്യം കട്ട പുകയാണ്. അവൾ വിചാരിച്ച ഹരിയെ ഇറക്കാം. പക്ഷേ അവൾ അതൊരിക്കലും ചെയ്യില്ല. ശിവേട്ടൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നോ? ഹരി ജയിലിൽ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്ത് ഓരോ നിമിഷവും പശ്ചാത്തപിക്കുകയാണെന്ന് അയാൾക്കറിയാമായിരുന്നു. പക്ഷേ കമലമ്മ അത് അംഗീകരിക്കാനൊന്നും തയ്യാറായില്ല. വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ബബിതയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മോളെ എന്ന് ബാലചന്ദ്രൻ ചോദിച്ചപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അച്ഛാ. പക്ഷേ അലീന ചേച്ചി പറഞ്ഞതുപോലെ കാര്യങ്ങൾ അത്ര മോശമൊന്നും ആയിരുന്നില്ല. എൻ്റെ കൂട്ടുകാരിൽ പലരും എന്നെ സപ്പോർട്ട് ചെയ്തു എന്ന് അവൾ മറുപടി നൽകി. ഇത് കേട്ട് അലീനയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി. രാത്രിയിൽ അലീന തൻ്റെ മുറിയിലിരിക്കുമ്പോൾ മനു അങ്ങോട്ടേക്ക് വന്നു. അലീന, നീ ഇന്ന് ചെയ്തത് വലിയൊരു കാര്യമാണ്. ബബിതയെ നീ ഒരുപാടങ്ങ് മാറ്റിയെടുത്തു. പക്ഷേ അമ്മയുടെ കാര്യം, അവർ ഇപ്പോഴും നിന്നെ ശത്രുവായിട്ട് തന്നെയാണ് കാണുന്നത്. അലീന ജനലിലൂടെ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു. മനുവേട്ടാ, സത്യം എന്നായാലും പുറത്തു വരും. അമ്മ എന്നെ ഒരു ദിവസം മോളായി കാണുന്നൊരു ദിവസം വരും. അന്ന് വരെ എനിക്ക് ക്ഷമിക്കാനാവില്ലേ? അവരുടെ സംഭാഷണം ദൂരെ നിന്ന് കേട്ടുനിന്ന വൈജയന്തിയുടെ കണ്ണുകളിൽ അപ്പോഴും പക മാത്രമായിരുന്നു. അലീനയെ ഈ വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന പ്ലാനുകൾ അവരുടെ തലയിൽ ഇങ്ങനെ തെളിയുകയായിരുന്നു. ഇതിനിടയിൽ ജയിലിൽ നിന്നും ഹരിക്ക് ജാമ്യം ലഭിക്കാനുള്ള പുതിയ തെളിവുകൾ പോലീസിന് ലഭിക്കുന്നതോടുകൂടെ തന്നെ കഥ പിന്നീട് പുതിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുന്നതാണ് കാണിക്കുന്നത്. വരും ദിവസങ്ങളിൽ അലീനയും അതുപോലെ വൈജയന്തിയും തമ്മിലുള്ള പോരാട്ടമായിരിക്കും കൂടുതൽ ശക്തമാവുന്നത്. അങ്ങനെയുള്ള എപ്പിസോഡായിരിക്കട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.